നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഓസ്കാർ വിരമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ആരാധകർക്ക് ഞെട്ടലുണ്ടാക്കുന്ന കാര്യമായിരിക്കും. ചെൽസിയിലൊക്കെ ഓസ്കാറിൻ്റെ മാന്ത്രിക പ്രകടനങ്ങൾ കണ്ടവരാണല്ലോ. ആ ഓസ്കാർ 34-ാം വയസ്സിൽ റിട്ടയർമെൻറ്റ് തീരുമാനിച്ചിരിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയാണ്. കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാൻ പോകുന്നു. സാവോ പോളോയുമായിട്ടുള്ള കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാൻ പോകുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്യാൻ പോകുന്നു. അറിയാമല്ലോ, അദ്ദേഹത്തിന് കുറച്ച് മുമ്പ് ഒരു ഹാർട്ട് ഇഷ്യൂ വന്നിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള റിക്കവറി പ്രോട്ടോക്കോൾ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം ഫാമിലിയുമായിട്ട് അദ്ദേഹം വെക്കേഷൻ എൻജോയ് ചെയ്യും. പിന്നെ ഒഫീഷ്യൽ പ്രഖ്യാപനം വരുമെന്നാണ് ഇപ്പോൾ ഗ്ലോബോയുടെ റിപ്പോർട്ട്. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, ഒരുപക്ഷെ അന്ന് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ട്രെയിനിങ്ങിനിടയ്ക്ക്, അതായത് ട്രെയിനിങ്ങിന് മുന്നോടിയായിട്ട് സ്റ്റാറ്റിക് ബൈക്കിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഓസ്കർ കുഴഞ്ഞു വീഴുന്നത്. അദ്ദേഹത്തിന് ചെറിയ ഇഷ്യൂസ്, ഹൃദയ സംബന്ധിയായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് എന്ന് പിന്നീട് ഡോക്ടർമാർ ഡയഗ്നോസ് ചെയ്തു. അദ്ദേഹത്തെ ICUവിലാക്കിയിരുന്നു. അവിടെ നിന്ന് സബ്സിക്വൻ്റ് എക്സാമിനേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് വാസോവാഗൽ സിങ്കോപ്പ് എന്ന ഒരു അസുഖമുണ്ട് എന്ന് കണ്ടെത്തി. അത് ആ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു സഡൻ ഡ്രോപ്പ് ഇൻ ഹാർട്ട് റേറ്റ് ആൻഡ് ബ്ലഡ് പ്രഷർ. പെട്ടെന്ന് നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയും, ബ്ലഡ് പ്രഷർ കുറയും. ഇങ്ങനെയുള്ളൊരു അസുഖമാണ്. ആ അസുഖം താരത്തിനുണ്ട് എന്ന് കണ്ടെത്തി. അതിനുശേഷം പിന്നെ ഓസ്കാറുമായിട്ട് ക്ലബ്ബ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തപ്പോഴാണ് അദ്ദേഹം തനിക്ക് റിട്ടയർ ചെയ്യണം എന്നുള്ള ആഗ്രഹം അറിയിച്ചിരിക്കുന്നത്. സോ അധികം വൈകാതെ ഫോമൽ അനൗൺസ്മെൻറ്റ് വരും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ബ്രസീലിയൻ ആരാധകർക്ക് ഒരു നിരാശയാണ് പലപ്പോഴും ഓസ്കാറിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാവുക. കാരണം എവിടെയോ എത്തുമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നൊരു ഫുട്ബോളർ അങ്ങനെയൊന്നും അല്ലാതെ, തൻ്റെ പ്രതിഭക്കൊത്തൊന്നും നേടാതെ വിടവാങ്ങുകയാണല്ലോ എന്നാണ് ആരാധകരുടെ ഒരു സങ്കടം. 2008 സാവോ പോളോയിലൂടെ സീനിയർ ഫുട്ബോൾ കരിയർ ആരംഭിച്ച് പിന്നെ ഇൻ്റർനാഷണലിലേക്ക് മാറി. അതിനുശേഷം 2012 ചെൽസിയിലേക്ക് എത്തിയിട്ട് നീണ്ട കാലം അദ്ദേഹം അവിടെ കളിച്ചിട്ട് വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഷാങ്ഹായ് പോർട്ടിലേക്കുള്ള നീക്കം. അവിടെ പോയി അദ്ദേഹം വലിയ രൂപത്തിൽ സമ്പാദിച്ചു കൂട്ടി. പിന്നെ 2025 മാത്രമാണ് ബ്രസീലിയൻ ലീഗിലേക്ക് മടങ്ങിയെത്തിയത്. ഇപ്പം അദ്ദേഹത്തിന് ഈ അസുഖം കാരണം വിരമിക്കേണ്ടിയും വരുന്നു. 2011 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിൽ ബ്രസീലിന് വേണ്ടി 48 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ഇന്നും ആരാധകർ ഓർക്കുന്നുണ്ടാവും, 7-1 ബ്രസീൽ 7-അപ്പ് കുടിച്ച മത്സരത്തിൽ ആ ഒരു ഗോൾ മടക്കിയടിച്ചത് ഓസ്കാർ ആയിരുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.